मेरा नाम ताहर सिंह, पिताजी का नाम श्री पृथ्वीराज सिंह, गांव का नाम बिशंबरपुर, थाना धानेपुर, जिला गोंडा। ओम प्रकाश मिश्रा, सना भरत भुआल मिश्रा, निवासी भैरमपुर, कटरा बाजार, गोंडा। അയോധ്യയിലെ രാമക്ഷേത്രത്തിന് ബോംബ് ഭീഷണി. ലക്നൌവിൽ 2 പേർ അറസ്റ്റ്. ആസൂത്രകന് ISI ബന്ധം. ജനുവരി 4 മനോരമയുടെ ഓൺലൈൻ പതിപ്പിനകത്ത് പങ്കുവച്ച വാർത്തയും കാർഡുമാണ്. വാർത്തയിൽ സത്യവുമുണ്ട് അസത്യവുമുണ്ട്. മനോരമ അങ്ങനെ സത്യമൊക്കെ പറയുമെന്ന് ചോദിക്കുന്ന ആളുകളുണ്ടാവും. അവരോട് ഇക്കാര്യത്തിലുള്ള മനോരമയുടെ സത്യം ഇത്രയാണ്. അയോധ്യയിലെ രാമക്ഷേത്രത്തിന് ബോംബ് ഭീഷണി ഉണ്ടായിട്ടുണ്ട്. അതിൽ 2 പേരെ പോലീസ് അറസ്റ്റും ചെയ്തിട്ടുണ്ട്. ഈ ഭാഗം വരെ ശരിയാണ്. അതിനുശേഷമാണ് മനോരമ പറയുന്നത് ISI ബന്ധമുള്ളവരാണ് ആസൂത്രകരെന്നും. എന്നാൽ എന്തായിരുന്നു യഥാർത്ഥത്തിൽ നടന്നത്? തഹർ സിംഗും ഓം പ്രകാശും ഇങ്ങനെ പേരുള്ള 2 ആളുകളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരാവട്ടെ കട്ട സംഖ്യകളും. അവരുടെ പേരും നാടും പിതാവിന്റെ പേരുമെല്ലാം അവർ തന്നെ വിശദീകരിക്കുന്ന ഭാഗമാണ് നമ്മുടെ ഈ വീഡിയോയുടെ ആദ്യം കണ്ടത്. അതായത് കട്ട സംഖ്യകളായിരിക്കുന്ന 2 പേർ ചേർന്നാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിന് ബോംബ് ഭീഷണി എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരണം നടത്തിയിരിക്കുന്നതും അവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിലെവിടെയാണ് ISI ബന്ധം ആരോപിക്കാനുള്ളത്? എന്ത് തെളിവിന്റെ ബലത്തിലാണ്, ഏത് സോഴ്സിൽ നിന്നാണ് മനോരമക്ക് ഇവർക്കെതിരൊരു ISI ബന്ധം ആരോപിക്കാൻ കഴിയുന്നത്? ഉദ്ദേശം ഒന്നേ ഉണ്ടായുള്ളൂ, അവരുടെ പേരുകൾ മുസ്ലിം നാമധാരികളാണെന്ന് വരുത്തി തീർക്കണമായിരുന്നു. അങ്ങനെ വരുത്തി തീർത്താൽ ആരുടേതാണ് ആ ഉദ്ദേശം? ആരുടെ ഉദ്ദേശമാണ് വിജയിക്കാൻ പോകുന്നത്? BJPക്ക് വേണ്ടിയുള്ള വിടുപണിയായിരുന്നു മനോരമ ഉദ്ദേശിച്ചത് തന്നെ. എന്നാലാവട്ടെ ആളുകളുടെ പേരും അവരുടെ സ്വഭാവവും സംഘികളായതുകൊണ്ട് തന്നെ മനോരമയുടെ പണി വിലപ്പോയില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും രാമക്ഷേത്രത്തെക്കുറിച്ചാണല്ലോ പറഞ്ഞു വരുന്നത്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കാണാൻ ഇടയായി. രാമക്ഷേത്രവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ടെന്റ് സൗകര്യങ്ങൾ വലിയ രീതിയിൽ ഒരുക്കിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ ആണ്. അതിനകത്ത് ഓരോ ടെന്റിനകത്തും ഉള്ള സൗകര്യങ്ങൾ, ഒപ്പം അതിന് വരുന്ന തുക, ഇതൊക്കെ വിശദമായി പറയുന്നുണ്ടായിരുന്നു. ഇതൊക്കെ ഇങ്ങനെ കണ്ടു പോകുന്ന ഘട്ടത്തിലാണ് ദേശീയ മാധ്യമങ്ങളിൽ ഏതോ ഒന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അവിടെ ആ ടെന്റിനകത്ത് വരുന്ന ആളുകൾക്ക് ഒരുക്കിയിരിക്കുന്ന സൗകര്യങ്ങളെ കണ്ട് എൻ്റെ കണ്ണ് തള്ളിപ്പോയി. യഥാർത്ഥത്തിൽ ആ പോസ്റ്ററിലോ ഫോട്ടോയിലോ പറയുന്നത് പോലെയല്ല, അതിലും മികച്ച സൗകര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ്. ആ മികച്ച സൗകര്യങ്ങൾ ആദ്യം കണ്ട ആ പോസ്റ്ററിനകത്ത് അവർ പറയുന്ന ആ സൗകര്യവും ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ പടത്തിനകത്ത് കാണുന്ന സൗകര്യവും എങ്ങനെയുണ്ട്? 1000 രൂപ കാണിച്ച് 10 രൂപയുടെ സേവനം പോലും നൽകാതെ ഇരിക്കുന്ന സംഘികളുടെ മറ്റൊരു തട്ടിപ്പാണിത്. ഭക്തിയും വർഗീയതയും പറഞ്ഞ് വോട്ടാക്കാമെന്ന BJPയുടെ സംഘപരിവാരത്തിന്റെ അതേ ബുദ്ധിയിൽ തന്നെ ഉദ്ദേശിച്ചതാണ് ഈ ടെന്റ് പരിപാടിയൊന്നും പറയാതെ വയ്യ. ഇതിലും മികച്ച ഒരു സംഭവം നടന്നിട്ട് കേട്ടോ. ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം നടക്കാൻ വേണ്ടി പോവുകയാണല്ലോ. ആ ഉദ്ഘാടന വേളയിൽ 6000-ലധികം പേർക്ക് ഇപ്പോൾ ഓൾറെഡി ക്ഷണപത്രങ്ങൾ, അതായത് ഇൻവിറ്റേഷൻ കാർഡുകൾ അയച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ അയച്ചു കിട്ടിയ ഒരു കാർഡ് ആരോ ഒരാൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട്. അത് കണ്ടപ്പോഴാണ് സംഘികൾക്ക് ഇത്രയെങ്കിലും വിവരമുണ്ടായത് ഭാഗ്യമെന്ന് പറയാൻ തോന്നുന്നത്. ഇതാണത്. എക്സ്ട്രാ ഓർഡിനറി ശ്രീരാം ധാം അയോധ്യ. അതിനു മുകളിൽ ഇൻവിറ്റേഷൻ എന്ന് എഴുതിയ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു? ഇംഗ്ലീഷ് മനസ്സിലാവുന്ന ആളാണ് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും പിടികിട്ടും. ഇൻവിറ്റേഷനിൽ ഒരു T കുറവാണ്. അക്ഷരത്തെറ്റാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ഒഴിവാക്കാൻ വരട്ടെ. സംഘികളുടെ ഏറ്റവും കൂടിയ വിദ്യാഭ്യാസ നിലവാരമുള്ള UPയിലെ അയോധ്യയിൽ നടക്കുന്ന ഈ ക്ഷേത്ര ഉദ്ഘാടനത്തിന്റെ ഇൻവിറ്റേഷൻ തയ്യാറാക്കുമ്പോൾ ഒരു T ഒക്കെ കുറഞ്ഞു പോകുക എന്നുള്ളത് മോശമല്ലേ? ഇനി ഇതും സർക്കാസമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ട്രോളുകളൊക്കെ വരുമായിരിക്കും അല്ലേ? വന്നുകൂടായിക്കുന്നില്ല. ഇങ്ങനെയൊക്കെയാണോ ഒരു ക്ഷേത്രം ഉദ്ഘാടനവുമായി ബന്ധപ്പെടുത്തിയിട്ട് ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് വോട്ട് വാങ്ങാൻ വേണ്ടി പോകാവുന്ന രാഷ്ട്രീയമാണ് നാട്ടിൽ നടക്കുന്നത്. ഭക്തിയെ വിറ്റ് വോട്ടാക്കുന്ന ഈ പാർട്ടിയോട് കൂടുതലൊന്നും പറയാനില്ല. പക്ഷേ ജനങ്ങൾ എന്നെങ്കിലും തിരിച്ചു ചോദിക്കും, ഭക്തി കൊണ്ട് വയറ് നിറയുമോ ഇല്ലയോ എന്ന്.